ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഹൈവേ എന്ന മൂവിയുടെ ബ്ലൂറേ ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. രണ്ടായിരത്തി 2014 ഇറങ്ങിയ ഒരു റോഡ് മൂവിയാണ്. അതായത് ഒരു ട്രാവൽ ബേസ്ഡ് മൂവിയാണ് ഹൈവേ. അലിയ ഭട്ടാണ് മെയിൻ ക്യാരക്ടർ, ഇംതിയാസ് അലിയാണ് ഡയറക്ടർ, മ്യൂസിക് വന്നിട്ട് AR റഹ്മാനാണ്. അപ്പോൾ ഞാൻ ഈ മൂവിയുടെ പ്ലോട്ട് ബേസിക് ആയിട്ടൊന്ന് പറയാം. കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്ന വീര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിമിനൽസ് തട്ടിക്കൊണ്ടു പോകുന്നതും ആ കിഡ്നാപ്പിനിടയ്ക്കും ആ പെൺകുട്ടിക്ക് പേടി ആദ്യം തോന്നുമെങ്കിലും പിന്നെ ലൈഫ് തിരിച്ചറിയുന്നതും, അതായത് എന്താണ് സ്വന്തം ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഫ്രീഡം, ഇതെല്ലാം ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതും അതേ സമയത്ത് പാരലായിട്ട് വളരെ ലൈറ്റായിട്ട് ഡൊമസ്റ്റിക് വയലൻസിനെയും സെക്ഷൽ അബ്യൂസിനെയും പറ്റിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൂടെ തരുന്നൊരു മൂവിയാണ് ഹൈവേ. ഈ ബ്ലൂറേയുടെ ഓഡിയോ വരുന്നത് DTS മാസ്റ്റർ ഓഡിയോ 5.1 ആണ്. സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിൻ ഹൈലൈറ്റ് വരുന്നത് സോങ്സിലാണ്. AR റഹ്മാൻ്റെ സോങ്സ് DTS ഓഡിയോയിൽ വളരെ പഞ്ചി ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് തരുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ വാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു സോങ് തന്നെ എത്ര വട്ടം റിപ്പീറ്റ് ഉണ്ടെങ്കിലും മടുക്കില്ല എന്നുള്ള ആ ഒരു ലെവലിലാണ് പോകുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് വീഡിയോ സൈഡ്, അതായത് ഈ ഡിസ്കിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല, സിനിമാറ്റോഗ്രാഫി. നമുക്ക് ഏതൊരു ഫ്രെയിം, ഇത് ഓരോ സെക്കൻഡിലും ഓരോ ഫ്രെയിം, കാരണം ഇത് ഫുള്ളി ഒരു ട്രാവൽ മൂവിയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ, മീൻസ് ഈ ക്യാരക്ടേഴ്സ് കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളും കാണുന്നത്. ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കി എന്താണോ കാണുന്നത് അതേപോലെ കുറേ കാഴ്ചകളുണ്ട്. ഇതെല്ലാം ഓരോ സിംഗിൾ ഫ്രെയിം ബൈ ഫ്രെയിം എടുത്താൽ പോലും ഒരു വാൾപേപ്പർ ആക്കേണ്ട അത്രയും ക്വാളിറ്റിയുള്ള ഫ്രെയിംസ് ആണ്. സിനിമാറ്റോഗ്രാഫിക്ക് ഈസ്റ്റിനൊരു നമുക്ക് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഹൈവേ. സോങ് വൈസ് ഓൾസോ എൻ്റെ സ്ട്രോങ് സജഷനാണ്. എന്തായാലും ഹിന്ദി ബ്ലൂറേസ് കളക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഹൈവേ. അലിയ ഭട്ടിന് ഗ്രേറ്റ് പെർഫോമൻസ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.